വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു കോൺ ഫ്രൈ ചെയ്യാം, ക്രിസ്പി കോൺ. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 2 കപ്പ് കോണ്. ഇത് ഫ്രോസൺ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഷ് ആണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു റെഡ് ക്യാപ്സിക്കം അതും 1 ടേബിൾ സ്പൂൺ ഉണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര്, മല്ലിയില ആവശ്യത്തിന്, കോൺഫ്ലോർ, മൈദ അത് ചേർക്കുമ്പോൾ നമുക്ക് പറയാം, പിന്നെ കെച്ചപ്പ് പൊടികളൊക്കെ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ കോണൊന്ന് വേവിച്ചെടുക്കണം. കോൺ വേവിക്കാനായിട്ട് 3 ഗ്ലാസ് വെള്ളം അടച്ച് വെച്ച് തിളപ്പിക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടുതൽ ചേർക്കരുത്, പിന്നെയും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. 5 മിനിറ്റ് അങ്ങനെ തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളം കളയാം. കോണ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലോറും മൈദയും വെച്ചൊരു കോട്ടിങ് ഉണ്ടാക്കണം. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, മൈദ 2 ടേബിൾ സ്പൂൺ, ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. കുറച്ചേ ചേർക്കാവൂ. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ. വീണ്ടും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, ഇതിൽ നന്നായിട്ട് പിടിക്കണം. അതാണ് അതിൻ്റെ കണക്ക്. എക്സസ് ഉള്ള പൊടി നമ്മൾ പിന്നെ തട്ടിക്കളയുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ മൈദ, ഇപ്പം നമ്മൾ ടോട്ടൽ 3.5 ടേബിൾ സ്പൂണാണ് മൈദയും കോൺഫ്ലോറും എടുത്തിരിക്കുന്നത്. 3.5 വീതം. ഇനി ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് മാറ്റാം. വേണ്ട, എക്സസ് പൊടിയാണത്. ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് പൊടി. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എണ്ണ ചൂടാക്കേണ്ടതും ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. നമുക്ക് ഒരു കോൺ അതിലിട്ട് നോക്കാം എണ്ണ ചൂടായൊന്ന്. ചൂടായിട്ടില്ല. ചൂടായിരുന്നെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വന്നു. ഇടുന്ന ഉടനെ പൊങ്ങി വരും. ഇനി നമുക്ക് കോൺ ഇതിലേക്ക് ഇടാം. ഇതൊന്ന് പകുതി അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നത് സെപ്പറേറ്റ് ആയിട്ട് വരും. മാറി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് നിറച്ചിടരുത്, കുറേശ്ശെ ഇട്ടെടുക്കുന്നതാണ് നല്ലത്. ഇട്ട ഉടനെ ഇളക്കരുത്. ഞാൻ ചെയ്തപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ കോഴി
ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ കോൺ ഒരു ടേസ്റ്റൊക്കെ വരണ്ടേ, അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഉള്ളി, ക്യാപ്സിക്കം, ഇത് ഓപ്ഷനാണ്. ക്യാപ്സിക്കത്തിൻ്റെ ക്രിസ്പിനെസ് പോകട്ടെ, അധികമായിട്ടത് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ഇനി ഇതിലേക്ക് കോണിൻ്റെ എണ്ണ നന്നായിട്ട് കളയണം. ചാറ്റ് മസാല 1/2 ടീസ്പൂൺ, നാരങ്ങാനീര് 1 ടീസ്പൂൺ, മല്ലിയില. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കോണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് വീടുന്ന സൗണ്ട് കേട്ടുകൂടെ അതിൻ്റെ ക്രിസ്പിനെസ് ആണ്. നമ്മുടെ ക്രിസ്പി കോൺ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതേ അളവിൽ മസാലകളും ചേർത്താൽ മതി. ഉപ്പ് നിങ്ങളുടെ താല്പര്യം പോലെ ചേർക്കാം, അതുപോലെ എരിവും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനോടൊപ്പം മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.